മലയാളി വാർത്ത ഇൻഡത്തിലേക്ക് സ്വാഗതം. 32 മരണം, 45 പേർക്ക് പരിക്ക്. ഇന്ന് നേരം പുലർന്നപ്പോൾ നമ്മളെ തേടിയെത്തിയ വാർത്തയാണ് ഇത്. അതെ, കഴിഞ്ഞ ഏപ്രിൽ 22-ന് എന്തിനെന്ന് പോലും മരണപ്പെട്ടത് എന്ന് അറിയാതെ കൊല്ലപ്പെട്ട 26ഓളം പേരുടെ ജീവന്, അവരുടെ ജീവിതത്തിന്, അനാഥമാകപ്പെട്ട ഒരുപാട് കുടുംബത്തിന്, അവർക്കൊക്കെ നീതി വാങ്ങിക്കൊടുക്കുന്ന, നീതി ചോദിക്കുന്ന ഇന്ത്യയുടെ പകരം ചോദിക്കൽ നടപടി ഇന്നുണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ തിരിച്ചടിക്കും എന്നതായിരുന്നു ഇന്ത്യ പറഞ്ഞിരുന്നത് എങ്കിൽ ഇന്നത് മാറ്റി ഇന്ത്യ തിരിച്ചടിച്ചു എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യയെ ചിഹ്ന ഭിന്നമാക്കാൻ പാകിസ്ഥാന്റെ തണലിൽ കഴിയുന്ന ഭീകരനായിട്ടുള്ള മസൂദ് അസറിന്റെ അടക്കം ഇളക്കുന്ന അപ്രതീക്ഷിത നടപടി തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായത്. സ്വന്തം ഭർത്താവിനെ കൺമുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്നത് കണ്ടപ്പോൾ എന്നെയും കൂടെ കൊന്നിട്ടു പോകൂ എന്ന് പറഞ്ഞ യുവതിയോട് മോദിയോട് പോയി ചോദിക്ക് ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞു തരാൻ എന്നൊക്കെ പറഞ്ഞിരുന്ന ഭീകരവാദികളുടെ അവസാന ശ്വാസമെടുക്കുന്ന രീതി തന്നെയാണ് ഇന്ന് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കണ്ടത്. പഹൽഗാം മുതൽ 2021 ജമ്മു കാശ്മീരിൽ നിയമസഭയിലെ ബോംബാക്രമണം, അതേ വർഷം തന്നെ ഉണ്ടായിട്ടുള്ള പാർലമെന്റ് ആക്രമണം, 2016 പത്താൻകോട്ട്, ഉറി, 2019 പുൽവാമ എന്നീ ആക്രമണങ്ങളൊക്കെ തന്നെ ഇതിനെല്ലാം വേണ്ടിയുള്ള ഒരു മറുപടി ചോദിക്കൽ തിരിച്ചടി തന്നെയാണ് ഇന്ന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായ നടപടി. എന്തായാലും ഭീകരവാദത്തെ ഊട്ടി വളർത്തിയ പാകിസ്ഥാൻ കനത്ത പ്രഹരം തന്നെ ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പല സുപ്രധാന കേന്ദ്രങ്ങളും നശിച്ചിരിക്കുന്നു, പ്രധാനപ്പെട്ട ആളുകളൊക്കെ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ട്. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ ഭീകരർ മസൂദ് അസറിന്റെ കുടുംബത്തിലെ 10 അംഗങ്ങളടക്കം 4 സഹായികളടക്കമാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളായിട്ട് BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ആക്രമണത്തിൽ തന്റെ കുടുംബത്തിലെ 10 അംഗങ്ങളും 4 അടുത്ത കൂട്ടാളികളും കൊല്ലപ്പെട്ടു എന്ന് ജെയ്ഷ്-ഇ മുഹമ്മദ് തലവൻ മസൂദ് അസർ തന്നെ വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന സൂചന വന്നപ്പോൾ തന്നെ പാകിസ്ഥാൻ മാളത്തിൽ ഒളിപ്പിച്ച ഭീകരനാണ് ജെയ്ഷ്-ഇ മുഹമ്മദ് തലവനായിട്ടുള്ള മസൂദ് അസർ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന ലഷ്കർ-ഇ തയ്യബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ പാകിസ്ഥാൻ ഏകദേശം 4 മടങ്ങടക്കം വർദ്ധിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിരുന്നു. പാകിസ്ഥാൻ ആയുധ സേനയിൽ നിന്നുള്ള സായുധ ഉദ്യോഗസ്ഥരെ 24 മണിക്കൂർ വിന്യസിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സുരക്ഷ നൽകിയിരുന്നത്. ഭീകരവാദ ധനസഹായ കുറ്റത്തിന് ജയിലിലാണ് ഇയാൾ എന്ന് പറഞ്ഞ ഇസ്ലാമാബാദിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ടാണ് ഇയാളെ പാകിസ്ഥാൻ സംരക്ഷിക്കുന്നു എന്ന തരത്തിൽ അന്ന് റിപ്പോർട്ട് പുറത്തു വന്നത്. ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിട്ടും $10 മില്യൺ കൈവശം വച്ചിട്ടും ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്കൊക്കെയുള്ള സംരക്ഷണം നൽകിയത്. എന്നാൽ ഇതിനെല്ലാമുള്ള ഇന്ത്യയുടെ മറുപടി തന്നെയാണ് ഇന്നത്തെ ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാന്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്ന് അത്തരം ഒരു ആക്രമണം ഇന്ത്യ അഴിച്ചുവിട്ടത്. 1971 യുദ്ധത്തിനു ശേഷം ഇന്ത്യ സംയുക്തമായി ഒരു ത്രിരാഷ്ട്ര പരമ്പര ഓപ്പറേഷൻ ആരംഭിച്ചത് ഇതാദ്യമായിട്ടാണ്. പ്രതികരണമായി ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും പുലർച്ചെ 1:44 പാകിസ്ഥാനിലെയും പാക് കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായ ആക്രമണം തന്നെ നടത്തി. ഇതിന് പിന്നാലെ ഇക്കാര്യങ്ങളെ ഒക്കെ വിശദീകരിച്ചുകൊണ്ട് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് തുടർച്ചയായി അളന്നതും ആനുപാതികവുമായിട്ടുള്ള പ്രതികരണമാണ് നടത്തിയതെന്നാണ് അവർ പറയുന്നത്. 25 മിനിറ്റിനുള്ളിൽ 24 മിസൈലുകൾ വർഷിച്ചാണ് പാകിസ്ഥാനെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകൾ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചത്, നശിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ 70 ഭീകരരെ വധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. മെയ് 7-ന് പുലർച്ചെ 1:05 മുതൽ പുലർച്ചെ 1:30 വരെയാണ് നീണ്ടുനിന്ന ആക്രമണം. അത് ഇന്ത്യൻ സൈന്യം കൃത്യമായിട്ട് തന്നെ കരസൈന്യം, നാവികസേന, വ്യോമസേന എന്നിവരൊക്കെ സംയുക്തമായി തന്നെ ഓപ്പറേഷൻ നടത്തി എന്നാണ് സിന്ദൂറിന്റെ വിജയമായിട്ട് പ്രധാനമായിട്ടും പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി പാക് അധീന കാശ്മീരിലും പാകിസ്ഥാനിലും റിക്രൂട്ട്മെന്റ് സെന്ററുകൾ, പരിശീലന മേഖലകൾ, ലോഞ്ച് പാഡുകൾ എന്നിവയുൾപ്പെടെ ഭീകരർ നിർമ്മിച്ചു വന്നിരുന്നു. ഇതൊക്കെ തന്നെ തകർക്കാനുള്ള തീരുമാനമാണ് നടത്തിയത്. ആ സൗകര്യങ്ങൾ പൊളിച്ചു മാറ്റാൻ
തടയാനും ഭാവിയിലെ ആക്രമണങ്ങൾ തടയാനുമാണ് ഇന്നത്തെ സൈനിക നടപടിയെന്നും അവർ വ്യക്തമാക്കി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇന്ത്യക്കെതിരായ കൂടുതൽ ആക്രമണങ്ങൾക്കുള്ള സൂചന ഇന്റലിജൻസ് നൽകിയിട്ടുണ്ട്. ഇതിനെയൊക്കെ തടയാനും അതിർത്തി കടന്നുള്ള കൂടുതൽ ഭീകരത തടയാനുമുള്ള ഇന്ത്യയുടെ അവകാശ സൈന്യം ഉപയോഗിച്ചിരിക്കുകയാണ് എന്നാണ് ഈ ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. തീവ്രവാദികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിനാണ് സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി. അതേസമയം പാകിസ്ഥാനിലെ സാധാരണക്കാരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. മുസാഫറാബാദ്, കോഡ്ലി, ബഹൽപൂർ, റാവലിക്കോട്ട്, ചക്സ്വാരി, ഭീംപർ, നീലം, വാലി, ഝലം, ചാക്സ്വാൾ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടാണ് മിസൈൽ ആക്രമണം നടത്തിയത്. തീവ്രവാദ ക്യാമ്പുകൾ ഉണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ വളരെ കാലമായി സംശയിച്ചിരുന്ന പ്രദേശമാണിവ. വർഷങ്ങളായി ഇന്ത്യയിൽ ഒന്നിലധികം ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായ രണ്ട് ഭീകര ഗ്രൂപ്പുകളായ ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നിവരുമായി കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങൾ ബന്ധപ്പെടുത്തി തന്നെയാണ് സൈന്യം ആക്രമണം നടത്തിയത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യൻ തിരിച്ചടിയിൽ അടിമുടി ഉലഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നാണ് ഇതിനുശേഷം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്. ഇന്ത്യ തുടരാക്രമണങ്ങൾ നടത്താതിരിക്കുകയാണ് എങ്കിൽ പാകിസ്ഥാൻ പിന്മാറാൻ തയ്യാറാണ് എന്നും സ്വയം പ്രതിരോധിക്കേണ്ട ആവശ്യം പാകിസ്ഥാൻ ഉണ്ട് എന്നും ഒരു അഭിമുഖത്തിൽ പാക് പ്രതിരോധ മന്ത്രി ഖ്വജ ആസിഫ് വ്യക്തമാക്കിയിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതേസമയം ഇന്ത്യൻ നടപടി യുദ്ധസമാനമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്നതായിരുന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണം. പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്നും ഇന്ത്യയുടെ താൽക്കാലിക സന്ദേശത്തിന് ശാശ്വതമായ ദുഃഖം നൽകുമെന്നുമൊക്കെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫ് പ്രകോപന പ്രസംഗം നടത്തിയതെന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വലിയ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. കാരണം ഇന്ത്യയുടെ ഓഹരി വിപണിയിൽ വലിയ സ്വാധീനം ഈ ഒരു ആക്രമണം ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതായത് നിലവിൽ പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള ഓഹരി വിപണിയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യത അത് ഇന്ത്യയോടാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വ്യക്തമാക്കുന്നത്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പ്രത്യാക്രമണത്തിന്റെ പ്രകമ്പനം താങ്ങാനാകാതെ തകർന്നടിഞ്ഞ് പാകിസ്ഥാന്റെ ഓഹരി വിപണി എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാന്റെ മുഖ്യ ഓഹരി സൂചികയായ കറാച്ചി സൂചിക 6560 പോയിന്റ് തകർന്നടിഞ്ഞാണ് വ്യാപാരം ചെയ്യുന്നത് എന്നാണ് വിവരം. ഒട്ടുമിക്ക കമ്പനികളുടെയും ഓഹരികളിൽ ആശങ്ക മൂലമുള്ള വിറ്റൊഴിക്കൽ സമ്മർദ്ദം അലയടിക്കുന്നുണ്ട്. സമീപകാല ചരിത്രത്തിൽ കറാച്ചി സൂചിക നേരിടുന്ന ഏറ്റവും വമ്പൻ വീഴ്ചയാണ് ഇതെന്നാണ് റിപ്പോർട്ട്. പാക്ജൻ പവർ, UWTH, പാകിസ്ഥാൻ സർവീസസ്, അഗ്രിടെക്, എയർലിങ്ക് എന്നീ കമ്പനികളുടെ ഓഹരികൾ 6.6 മുതൽ 9.21% വരെ ഇടിഞ്ഞിട്ടുണ്ട്. ലക്കി സിമന്റ്, എൻഗ്രോ കോർപ്പറേഷൻ, യുണൈറ്റഡ് ബാങ്ക് സിസ്റ്റംസ് ലിമിറ്റഡ്, ഹബ് പവർ കമ്പനി എന്നിവയുടെ ഓഹരികളുടെ തകർച്ചയും തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. വാണിജ്യ ബാങ്കുകൾ, സിമന്റ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ടെക്നോളജി, നിക്ഷേപ കമ്പനികൾ എന്നീ ഓഹരി വിഭാഗങ്ങളും വൻ നഷ്ടത്തിൽ തന്നെയാണ് വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരെയും പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെയും ഒക്കെ ഒഴിവാക്കി ഭീകരരുടെ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ടുള്ള പ്രിൻസിപ്പൽ അറ്റാക്ക് ആണ് ഇന്ത്യയുടെ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ഏപ്രിൽ 22-ന് കാശ്മീരിലെ പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയിട്ടുള്ള പാകിസ്ഥാന്റെ നടപടിക്കെതിരെയുള്ള ചുട്ട മറുപടി തന്നെയാണ് ഇന്ത്യയുടെ ഈ നീക്കം. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകരരുടെ കേന്ദ്രങ്ങളാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്തിരിക്കുന്നത്. ഇന്ത്യൻ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ചാഞ്ചാടുന്ന സാഹചര്യമുണ്ടെങ്കിലും കനത്ത നഷ്ടം അഭിമുഖീകരിക്കുന്നത് പാകിസ്ഥാന്റെ വിപണി തന്നെയാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഇന്ത്യയിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിലെ ഓരോ ആളുകളും രംഗത്തേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഈ ഒരു ആക്രമണത്തിലൂടെ വ്യക്തമാകുന്നത്. ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചാക്രമിക്കുകയാണെങ്കിൽ കൂടെ നിൽക്കുമെന്നുള്ള ഉറപ്പ് പല അന്താരാഷ്ട്ര രാജ്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്.